എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ഒലി വൈബ്സ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ മുടി എങ്ങനെ കേൾ ചെയ്യാം, അതും വിത്തൗട്ട് ഹീറ്റാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഹെയർ കേൾ ചെയ്യാൻ പോവാണ്. അതും ഞാൻ ഹീറ്റ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഫിംഗറും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കേൾ ചെയ്യാൻ കിട്ടുന്ന ഒരു ഹെയർ കളറാണിത്. ആമസോണിലൊക്കെ ഉണ്ട്. ഒരു 120 റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ കളർ കിട്ടും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് വാങ്ങുക. ഇതിനകത്തൊരു എന്താ പറയുന്നത്, ഇത് പുറത്ത് ഒരു സ്പോഞ്ചൊക്കെ പോലെയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ കമ്പിയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഹെയർ മടക്കി വെക്കുമ്പോഴാണ് നമുക്ക് കേളായിട്ടുള്ള ഹെയർ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫിംഗർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കേൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത്, എൻ്റെ മുടി ഞാനിപ്പോൾ ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്, നനച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ചെടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് 2 പാർട്ടീഷൻ ആക്കിയിട്ട് നമുക്കൊന്ന് ചീവി കൊടുക്കാം. ഏകദേശം ഞാനൊരു 1 hour ആയി. 1 hour ആകുന്നില്ല, ഒരു 45 minutes ആയി. നിങ്ങൾക്ക് കൂടുതൽ കേൾസ് അങ്ങനെ അങ്ങോട്ട് ഇപ്പം തന്നെ ആവും തോന്നുന്നു. ഒരുപാട് എന്താ പറയുന്നത്, ഹെവി കേൾസ് വേണമെങ്കിൽ നിങ്ങളൊരു ഇങ്ങനെ ചെയ്തിട്ട് ഒരു രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ട് രാവിലെ ഊരിയാൽ മതി. ഞാനിപ്പോൾ ഏകദേശം എൻ്റെ തലയിൽ എങ്ങനെ ആയെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഊരാം. അല്ല, ഇത് ലാസ്റ്റ് ഊരാം.
ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് കിട്ടുന്നത്. ഞാനതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ ഒന്ന് മിററിൽ പോയിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ കൂടുതൽ അതിനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഹെയർ സ്പ്രേ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒന്ന് വലിച്ച് നീട്ടം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഹെയർ കേളായതങ്ങ് ഡാമേജ് ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിത് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ സ്പ്രേ വല്ലതും ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങളെ വന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ കേൾസ് കിട്ടിയത്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ അധികം സ്പ്രേ ഒന്നും അങ്ങനെ അടിക്കാത്തതുകൊണ്ട്, അങ്ങനെ അധികം സമയം വെക്കാത്തതുകൊണ്ട് അങ്ങനെ ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.